ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു സാധനത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഇതാണ് ബ്രോക്കോളി. ആദ്യമൊന്നും ഇത് മാർക്കറ്റിൽ കണ്ട സമയത്ത് ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. അമ്മ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. പിന്നെ അതിന് ശേഷം നമ്മളെപ്പോഴും ഇത് വാങ്ങിക്കാറുണ്ട്, കാണുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ ബ്രോക്കോളി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒന്നും പണിയൊന്നുമില്ല, പെട്ടെന്ന് നമ്മളെ കേബേജ് തോരനൊക്കെ ഉണ്ടാക്കും പോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇത്. അതിന് നമ്മൾ ആദ്യം ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു, പിന്നെ കടുക് പൊട്ടിക്കാൻ ഇട്ടു കേട്ടോ. പിന്നെ ബ്രോക്കോളി അതിലോട്ട് ഇട്ട് കൊടുത്തു. ഈ ബ്രോക്കോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അധികം ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ഏകദേശം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം നമ്മൾ കോളിഫ്ലവർ ചെയ്യാറില്ലേ നമ്മൾ, അതിൻ്റെ ഒരു ഇനത്തിൽ വരുന്നത് തന്നെയാണ് ഈ ബ്രോക്കോളിയും. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷാംശങ്ങളോ അല്ലെ വല്ല കീടനാശിനികളൊക്കെ തളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിലോട്ട് നമ്മൾ ഇനി തേങ്ങയും പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാത്രത്തിലാണ്. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് അമ്മയാണ്. അമ്മ എനിക്ക് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അമ്മ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും അധികം എക്സ്പേർട്ട് അല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഷെയ്ക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുവാണ്. നല്ല കട്ടിയുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ വെള്ളമില്ലാതെ തന്നെ നന്നായിട്ട് അത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല ചതച്ച വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പിന്നെ ഏത് ഉപ്പേരിക്കും നല്ലോണം ഇടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ.